പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ സമൂഹമായിട്ട് ബന്ധമൊന്നും വരുന്നില്ല. സമൂഹമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം മുൻകാലങ്ങളിൽ നമുക്ക് വിളക്കായി തെളിയിച്ച രാമേന്ദ്രനെ പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് വളരുന്ന സമൂഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയെ പറ്റി പറയുമ്പോഴും അതിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. ഇന്നൊരു പൊതു മീറ്റിംഗാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ സർക്കാരുമുള്ള കരയോഗത്തിൻ്റെ മീറ്റിംഗ് പൊതു മീറ്റിംഗാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ മന്നം ജയന്തി ദിവസമായിരുന്നു ഈ നടത്തേണ്ടിയിരുന്നത്. പക്ഷെ ആ ദിവസം എല്ലാവരും ജയന്തി സമ്മേളനത്തിന് ചങ്ങനാശ്ശേരി ഇവിടുന്ന് തന്നെ ഒരു ബസ്സൊക്കെ ആയിട്ട് പോയതാണ്. എല്ലാവരും അവിടെ ആ സമയത്ത് നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ ദിവസത്തേക്ക് ഇത് മാറ്റിവെച്ചത്. അപ്പോൾ NSSനെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെ ഈ പ്രസ്ഥാനം ഒരു സമുദായ പ്രവർത്തനത്തിലുപരി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ വലിയൊരു നേതാവിൻ്റെ പിന്നണി പ്രവർത്തകന്മാരാണ്. വൈക്കം സത്യാഗ്രഹമായാലും ശരി, ഗുരുവായൂർ സത്യാഗ്രഹമായാലും ശരി, ഇത്തരം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ നമ്മുടെ സമുദായത്തിനെ പകർത്തി ആ സമുദായത്തിൻ്റെ മാതൃകയാണ് നമ്മൾ ഇങ്ങോട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NSS എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയിലുപരി ഒരു സാമൂഹിക മേഖലയിൽ എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ്. ആ രീതിയിൽ തന്നെയാണ് മുരിങ്ങോടിയിലും പ്രവർത്തിച്ചതും അതിന് നേതൃത്വം രാമേന്ദ്രൻ കൊടുത്തതും എന്നതാണ്. നമ്മുടെ പ്രതിജ്ഞയിൽ തന്നെ പറയുന്നത് ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല എന്ന് സത്യം ചെയ്തുകൊണ്ടാണ് ഓരോ സമുദായ പ്രവർത്തനവും NSSന്റെ മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതേ മാതൃക കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ രാമേന്ദ്രനെ പോലുള്ള ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മുടെ ഈ സംഘടനയ്ക്ക് മുരിങ്ങോടി കരയോഗത്തിന് മാത്രമല്ല തലശ്ശേരി താലൂക്ക് യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പറായിട്ട് കുറേ കാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ താലൂക്ക് യൂണിയനും അദ്ദേഹത്തിൻ്റെ വിയോഗം കനത്ത നഷ്ടമാണ്. നമ്മുടെ പൊതുസമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ വിയോഗം കനത്ത നഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെയ്യുന്നു. മനുഷ്യയജ്ഞം
എത്ര ശക്തമാണെങ്കിലും വിഫലമാണ്. ആയുസ് നീട്ടാൻ വൈദ്യശാസ്ത്രം എത്ര വളർന്നു ഉയർന്നു എങ്കിൽ പോലും നമുക്കറിയാം ആയുസ് നീട്ടാൻ വേണ്ടി കഴിയുകയില്ല. പലപ്പോഴും അകാലത്തിലുള്ള വേർപാട്, അവിചാരിതമായിട്ടുള്ള വേർപാട് വലിയ വേദനയുണ്ടാക്കുന്ന വേർപാടുകൾ തന്നെയാണ്. അപകട മരണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഈ അടുത്ത കാലത്തുണ്ടായി. ഈ പുതുവത്സരത്തിന്റെ ദിവസങ്ങളിൽ ക്രിസ്മസിന്റെ അന്തരീക്ഷത്തിൽ തന്നെയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് 6 പേര് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 6 പേരുടെ മരണമുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളെ എല്ലാവരെയും നടുക്കിയ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആ അവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളെ നടുക്കിയ വിവരങ്ങൾ തന്നെയാണ്. അങ്ങനെ വിമാന ദുരന്തം ഉൾപ്പെടെ പുറമേ നടക്കുന്ന അത്തരത്തിലുള്ള മരണങ്ങളും അപകടങ്ങളും നമുക്ക് വേദന നൽകുന്നതാണെങ്കിൽ പോലും നമ്മളുമായി അടുത്തു നിൽക്കുന്ന വ്യക്തികളുടെ വേർപാട് തന്നെയാണ് നമ്മളെ എപ്പോഴും നമ്മളുടെ മനസ്സിനെ സാരമായിട്ട് ബാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വലിയ വേദന നമുക്കറിയാം. ഒരിക്കലും അത് മറക്കാത്ത വേദനയാണ്, മായാത്ത വേദന തന്നെയാണ്. അതിന് മറ്റ് മാർഗങ്ങളില്ല. പിന്നെ കാലമുളക്കാത്ത മുറിവുകളില്ല. പലരും ആ വേർപാടിന്റെ വേദനയുമായി പൊരുത്തപ്പെടുകയാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് പൊരുത്തപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ, ഓർമ്മ എല്ലാ കാലത്തും നിലനിർത്താൻ, ഇവിടെ പറഞ്ഞതുപോലെ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ അവരെ കൂടി നല്ല സാമൂഹ്യ ബന്ധത്തിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ആളുകളുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനാണ് NSSന്റെ ഈ ഉരുങ്ങൂടി കരയോഗം ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത സുന്ദരമായ മുഖം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അനുസ്മരണ സമ്മേളനം ലളിതമായിട്ട് സംഘടിപ്പിച്ചു. ഒരു 3-3:30 മണി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തിരക്കൊക്കെയുള്ള സമയമാണെങ്കിൽ പോലും എല്ലാവരുടെയും ഈ ഹാള് നിറഞ്ഞ പങ്കാളിത്തം, എല്ലാവരുടെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തമായ പങ്കാളിത്തം. രാമേന്ദ്രനെ അവരെത്ര കണ്ട്, ഈ നാട് എത്ര കണ്ട് ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അദ്ദേഹത്തിന്റെ വേർപാടിൽ എത്ര കണ്ട് വേദനിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു അനുസ്മരണ പരിപാടിയാക്കി ഇതിനെ മാറ്റാൻ സാധിച്ചു സംഘാടകർക്ക്. അതേപോലെ തന്നെ NSS നമുക്കറിയാം, ഇവിടെ ഉദയഭാനു ദീർഘിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംഘടന തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്, മത സൗഹാർദ്ദത്തിന് ഏറെ പങ്ക് നൽകിയിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് NSSന്റെ ശക്തമായിട്ടുള്ള നേതൃത്വവും. മന്നം മുതൽ നമുക്കറിയാം, ഇപ്പോൾ സുമാരേട്ടൻ വരെയുള്ള എല്ലാ നേതാക്കന്മാരും അവരുടെ എല്ലാം വ്യക്തമായിട്ടുള്ള നിലപാടുകൾ കേരളീയ സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന നിലപാടുകൾ തന്നെയാണ്. അവർക്കെല്ലാം അതിനെ നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീ രാമേന്ദ്രന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ സ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. കുരിക്കോടി NSS കരയോഗത്തിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ആർദ്രമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ശ്രീ രാമേന്ദ്രേട്ടന്റെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, NSS ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ ഉദയഭാനു അവർകളാണ്. അദ്ദേഹത്തെ കുരിക്കോടി NSS കരയോഗത്തിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരും സാദരം ആശംസകൾ. ഈ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കുരിക്കോടി 2ാം വാർഡ് മെമ്പർ ശ്രീമതി രഞ്ജുഷ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. 1ാം വാർഡ് മെമ്പർ ശ്രീ രാകേഷ് എത്താൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും പറ്റുമെങ്കിൽ എത്തിച്ചേരും എന്ന് പറയുന്നത് അദ്ദേഹത്തെ NSS കരയോഗം കുരിക്കോടിയുടെ പേരിൽ സാദരം സ്വാഗതം ചെയ്തുകൊള്ളു. ഈ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കരയോഗം പ്രസിഡന്റ് ശ്രീ K ദശാനൻ അവர்களാണ്. അതുപോലെ താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ്, NSS തലശ്ശേരി താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നത് അവരെ കുരിക്കോടി കരയോഗത്തിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഈ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തുടർന്ന് അങ്ങോട്ടും നല്ല നിലക്ക് പ്രവർത്തനങ്ങൾ നടത്തി ഈ സംഘടനക്ക്
മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലക്ക് നമ്മുടെ നാടിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടല്ല, ഈ നാടിന് തന്നെ പൊതുവായിട്ടുള്ള പല കാര്യങ്ങൾക്കകത്തും ഇടപെട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിനകത്തുള്ള സാമൂഹിക കാര്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ അവർക്ക് സഹായം ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഉൾപ്പെടെ ഈ സംഘടന നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തുടർന്ന് അങ്ങോട്ടും നല്ലപോലെ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു വ്യക്തിയുടെ പേരിൽ അനുസ്മരണം നടത്തുമ്പോൾ അപ്പം അയാൾ മരണപ്പെട്ടു പോയതാണ്. നമ്മളിപ്പോൾ അനുസ്മരണം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും ആ മരണപ്പെട്ട ആളുകൾക്ക് അതിനപ്പുറം ഒന്നും വരാനില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അനുസ്മരണം നടത്തുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നത് അത് തുറന്നു പോകാനും പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നതായിട്ടാണ്. അതുപോലുള്ള മാതൃകയുടെ ഭാവിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ നാടിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് ഇത്തരം വ്യക്തിത്വങ്ങൾ നമുക്ക് ആവശ്യമാണ്. അവരുടെ ഓർമ്മ തീർച്ചയായിട്ടും നമുക്കെല്ലാം തന്നെ ആവേശകരമായിട്ട് മാറും. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തുടർന്ന് അങ്ങോട്ടും നല്ല നിലക്ക് പ്രവർത്തനങ്ങൾ നടത്തി ഈ സംഘടനക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലക്ക് നമ്മുടെ നാടിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടല്ല, ഈ നാടിന് തന്നെ പൊതുവായിട്ടുള്ള പല കാര്യങ്ങൾക്കകത്തും ഇടപെട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിനകത്തുള്ള സാമൂഹിക കാര്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ അവർക്ക് സഹായം ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഉൾപ്പെടെ ഈ സംഘടന നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തുടർന്ന് അങ്ങോട്ടും നല്ലപോലെ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു വ്യക്തിയുടെ പേരിൽ അനുസ്മരണം നടത്തുമ്പോൾ അപ്പം അയാൾ മരണപ്പെട്ടു പോയതാണ്. നമ്മളിപ്പോൾ അനുസ്മരണം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും ആ മരണപ്പെട്ട ആളുകൾക്ക് അതിനപ്പുറം ഒന്നും വരാനില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അനുസ്മരണം നടത്തുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നത് അത് തുറന്നു പോകാനും പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നതായിട്ടാണ്. അതുപോലുള്ള മാതൃകയുടെ ഭാവിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ നാടിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് ഇത്തരം വ്യക്തിത്വങ്ങൾ നമുക്ക് ആവശ്യമാണ്. അവരുടെ ഓർമ്മ തീർച്ചയായിട്ടും നമുക്കെല്ലാം തന്നെ ആവേശകരമായിട്ട് മാറും. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും കുരിക്കോടി NSS കരയോഗത്തിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹാർദമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ശ്രീ രാമേന്ദ്രേട്ടന്റെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് NSS ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ ഉദയഭാനു അവർകളാണ്. അദ്ദേഹത്തെ കുരിക്കോടി NSS കരയോഗത്തിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരും സാദരം ആശംസകൾ. ഈ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കുരിക്കോടി 2ാം വാർഡ് മെമ്പർ ശ്രീമതി രഞ്ജുഷ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. 1ാം വാർഡ് മെമ്പർ ശ്രീ രാഗേഷ് എത്താൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത്, എങ്കിലും പറ്റുമെങ്കിൽ എത്തിച്ചേരും എന്ന് പറയുന്നത് അദ്ദേഹത്തെ NSS കരയോഗം കുരിക്കോടിയുടെ പേരിൽ സാദരം സ്വാഗതം ചെയ്തുകൊള്ളു. ഈ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കരയോഗം പ്രസിഡന്റ് ശ്രീ K ദശാനൻ അവർകളാണ്. അതുപോലെ താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് NSS തലശ്ശേരി താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരുന്നത് അവരെ കുരിക്കോടി കരയോഗത്തിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഈ സൗഹാർദ്ദത്തോടുകൂടി നമ്മൾ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണോ അത് അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാതൃകയായി, നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കാനും നമ്മളെ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മുമ്പിലും നമ്മൾ ശിരസ്കരായി നമസ്കരിച്ചുകൊണ്ട് ശ്രീ KK അംബുജാക്ഷൻ, പ്രസിഡന്റ് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്
പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും, അതുപോലെ തന്നെ NSSന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ നമ്മുടെ പ്രിയങ്കരനായ ഉദയഭാനു സാറ്, മറ്റു വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, രാമേന്ദ്രേട്ടൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു ഗുരുതുല്യനായ മനുഷ്യനായിരുന്നു രാമേന്ദ്രേട്ടൻ. ഒരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് തൻ്റെ അനുജന്മാരെയും പറഞ്ഞ് മനസ്സിലാക്കി വഴിതെറ്റാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ഗുരുതുല്യത മനോഭാവം വരുന്ന തലമുറക്കും ഈ ഇരിക്കുന്ന തലമുറക്കും ഒരു പാഠം തന്നെയാണ്. ഞാൻ NSSന്റെ കമ്മിറ്റിയിൽ അംഗമായതിനു ശേഷം ഒരുപാട് പ്രാവശ്യം ചന്ദ്രേട്ടനുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ തന്നെ ഈ നാടിന്റെ നല്ല പ്രവർത്തനത്തിനും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. ചന്ദ്രേട്ടനെ ഇത്രയും സൗമ്യനായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആരോടും ഒരു പരിഭവമില്ലാതെ തൻ്റെ കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടെ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ഗുണപാഠം നമുക്ക് അനുകരണീയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു മഹാഭാരതത്തിലെ ശ്ലോകമാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരാറുള്ളത്. ഞാനൊരു ബാലനശക്തനാണെങ്കിലും മാനിയാമെന്നുടെ താതനെയോർക്ക് നീ, പിന്നെ പിതാവ് അഗ്രജന്മാരുതി സന്നദ്ധനായ ഘടോൽക്കജൻ പ്രാതാവും, മാതുലനായത് മാധവൻ തന്നെയും വാസവൻ മുത്തച്ഛനായതറിഞ്ഞാലും എന്നതെല്ലാവരും കാരുണ്യമുണ്ടെങ്കിൽ ഏത് സമസ്തരെയും ജയിച്ചിടുവാൻ എന്ന് സാക്ഷാൽ അഭിമന്യുവിന്റെ ആ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും. ആ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ അനുജന്മാർക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ NSSന്റെ പ്രവർത്തനത്തിന് ഒരു ദാക്ഷിണ്യവുമില്ലാതെ വഴക്ക് പറയുന്നതിലും അത് വഴക്ക് കഴിഞ്ഞതിന് ശേഷം സൗമ്യമായി വന്ന് പുറത്തടിച്ചുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും നമുക്ക് അനുകരണീയമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷൻ സുധാകരേട്ടൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫ് അവരുകൾ, ഫോട്ടോ അനാച്ഛാദനം ചെയ്ത MP ഉദയഭാനു അവരുകൾ, അതുപോലെ തന്നെ ദശാട്ടൻ, വാർഡ് മെമ്പർ രഞ്ജുഷ, ലക്ഷ്മി ടീച്ചർ, അമ്പുവേട്ടൻ, ആദർശ്, രാമേന്ദ്രേട്ടൻ, അനീഷേട്ടൻ, രാമേന്ദ്രേട്ടൻ്റെ കുടുംബാംഗങ്ങൾ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, രാമേന്ദ്രേട്ടൻ നമ്മോട് ഇവിടെ പറഞ്ഞിട്ട് 1 വർഷക്കാലം പിന്നിടുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ രാമേന്ദ്രനെ പരിചയമുണ്ട്. അന്നെല്ലാം ഈ പ്രദേശത്ത് കളിക്കുന്ന സ്ഥലം ഈ കൈതേരിക്കുന്നത്തെ കണ്ടത്തിലാണ്. അന്ന് തൊട്ട് രാമേന്ദ്രനെ കാണാൻ തുടങ്ങിയതാണ്. അന്ന് തറവാട് വീട്ടിൽ തന്നെയാണ് താമസം. കുറച്ചു കാലമായിട്ടാണ് ഈ മുരുകോടി ടൗണിലേക്ക് അദ്ദേഹം മാറിയത്. അതുപോലെ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷവും പറയാൻ
അദ്ദേഹത്തിനില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ അങ്ങനെ തന്നെയാണ്, ഒരു കുറ്റവും പറയാനില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ അനുസ്മരണ ഈ വേളയിൽ അദ്ദേഹത്തെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്, നിർത്തുകയാണ്. അഭിവാദനം. നമസ്കാരം. രാമേന്ദ്രന്റെ അനുസ്മരണ യോഗത്തിൽ ചേർന്ന MLA സണ്ണി ജോസഫ്, അതുപോലെ തന്നെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത പുതിയേട്ടൻ ലക്ഷ്മി ടീച്ചർ, പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പിന്നെ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും, എല്ലാ കുടുംബാംഗങ്ങളോടും അത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഞാനിവിടെ പറയുന്നതും എന്നെക്കാളും കൂടുതൽ രാമേന്ദ്രനെ അറിയുന്നത് ഇവിടെ ബാക്കിയുള്ളവരെ എല്ലാവർക്കുമാണ്. ഞാൻ ചെറുപ്പം മുതലേ രാമേന്ദ്രൻ്റെ ഏതെങ്കിലും കഴിക്കാനും ഇതിനും വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ വഴക്ക് പറയാനും ഇതിനു വേണ്ടിയിട്ടാണ് രാമേന്ദ്രനെ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. കാരണം അവർ പറയുന്നതിൽ കുറേ കാര്യം പരിഗണന കളിക്കുന്നതും കാര്യങ്ങളാണ്. എന്നാൽ പോലും അതിനുശേഷം രാഷ്ട്രീയ രംഗങ്ങളിലേക്കും കാര്യങ്ങളും കടന്നേരം. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും രാമേന്ദ്രൻ്റെ രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തണമെന്നും അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളും മുമ്പോട്ടേക്ക് പേഴ്സണലായി വന്ന് പറഞ്ഞു തരുന്നു. NSSന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ഏത് കാര്യത്തിലും രാമേന്ദ്രേട്ടൻ പേഴ്സണലി വന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം രാഷ്ട്രീയമായിരിക്കാം, മതപരമായിരിക്കാം, അല്ലെങ്കിൽ ജാതിപരമായിരിക്കും വ്യത്യസ്തമായ ഇതായാൽ പോലും രാമേന്ദ്രേട്ടൻ മുമ്പോട്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഓരോ വ്യക്തികളെയും പേഴ്സണലി വിളിച്ച് അവരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ക്രോഡീകരിച്ചുള്ള ഒരു നല്ലൊരു തീരുമാനത്തിലേക്കാണ് രാമേന്ദ്രേട്ടൻ മുമ്പോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും രാമേന്ദ്രൻ ഒരുമിച്ചുണ്ടായിരുന്നു. ആ വേർപാട് എനിക്ക് പേഴ്സണലി നല്ലൊരു ദുഃഖമാണ് ഉള്ളത്. കാരണം കുറേ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയപരമായിട്ടായാലും ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ കുറേ മുമ്പോട്ടേക്ക് രാമേന്ദ്രേട്ടൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും എല്ലാം സാധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന ഇവിടെ എല്ലാവരും ഇവിടെ പറഞ്ഞ എല്ലാവരും കാര്യങ്ങളും നിർദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. ഞാൻ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പഴയകാല ഒരു ഓർമ്മകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഓർമ്മ കുറിപ്പാണ്. കാരണം എനിക്ക് പ്രസംഗിക്കാൻ വലിയ വശമില്ല. എന്നാൽ എൻ്റെ ഓർമ്മക്കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ KK രാമേന്ദ്രൻ്റെ അനുസ്മരണ ചടങ്ങ് ഈ വായനശാലയിൽ വെച്ച് തന്നെ സംഘടിപ്പിച്ചത് ഉചിതമായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരിടമാണിത്. ഹൈസ്കൂൾ പഠനത്തിൻ്റെ അവസാനം SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് നേടുക എന്ന ലക്ഷ്യം വെച്ച് പഠിക്കുന്ന കാലം കണക്ക് ബുദ്ധിമുട്ടിക്കുമോ എന്ന തോന്നൽ നിമിത്തം സ്വല്പം മനപ്രയാസത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ ഹെഡ് മാസ്റ്റർ ആനന്ദൻ മാസ്റ്ററുടെ സഹായം നേടുകയും നല്ല മാർക്ക് വാങ്ങി പാസ്സാക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ജോലി നേടി ആദ്യ ശമ്പളത്തിൽ നിന്നും ഒരു ഹീറോ പേന വാങ്ങി മാസ്റ്റർക്ക് സമ്മാനമായി നൽകിയത് ഓർമ്മിക്കുന്നു. തുടർന്ന് മിരിങ്ങോടി പേരാർ പഞ്ചായത്ത് വായനശാലകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്ന കാലം അവ പ്രവർത്തനക്ഷമമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ കരുണാകരനായാലും ജൂനിയർ സൂപ്രണ്ടായ ശ്രീ VP കരുണാകരനായാലും ഞങ്ങളെ രണ്ടുപേരെയും അധികാരപ്പെടുത്തി. സഹായിയാണ് എന്നെയും അധികാരപ്പെടുത്തിയത്. അവരുടെ വാക്ക് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് ചുമതല ഏറ്റെടുത്തു. ഇന്ന് മനോഹരമായി കിടക്കുന്ന ഈ വായനശാലയുടെ പഴയകാല ചരിത്രവും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ചിതറിച്ച മേൽക്കൂരയോടുകൂടിയ ഈ കെട്ടിടം ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പനയോല കഷണങ്ങൾ തിരികെ നിലയിലാണ്. കുറെ ജനലുകളും 2 വാതിലുകളുള്ള ഒരു ഹാള്, 2 ചെറിയ മുറി, പിന്നിൽ പട്ടിക വെച്ചടിച്ച് വാതിലിനെ അടച്ച് സംരക്ഷിച്ചിരുന്നു. മുറിയിലെ അവസ്ഥ 2 അലമാര, അതിൽ കീറി പറഞ്ഞ കുറെ പുസ്തകങ്ങൾ, ഒരാളെ താങ്ങാൻ ശേഷിയില്ലാതെ ഒരു കസേരയും സ്റ്റൂളും, പിന്നെ ഒരു പെട്ടി റേഡിയോ വെക്കാൻ ഒരു
ഒരു ഡെസ്ക്, വായിക്കാൻ 2 മേശയും ഒരു കസേരയും, ഒരു 2 മേശയും 2 ബെഞ്ചും. ഇത്രയാണ് ആ വായനശാലയുടെ അന്നത്തെ അവസ്ഥ. ഏതായാലും പെട്ടു. ഗ്രന്ഥശാല സംഘത്തിന്റെ ആപ്തവാക്യത്തിൽ നിന്ന് ഒന്ന് അദ്ദേഹം പൊളിഞ്ഞ ഭാവിയിൽ എന്നെ കൊണ്ട് എഴുതിച്ചു. വെള്ള പെയിന്റിൽ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്ത വാക്യമാണ്. അത് 30 വർഷത്തോളം അവിടെ കിടക്കുന്നത് പലർക്കും വായിച്ചിട്ടുണ്ടാകാം. പിന്നീട് വായനക്കാരെ സൃഷ്ടിക്കുക, പുസ്തകങ്ങൾ ശേഖരിക്കുക, പഴയത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുക, കേടുപാടുകൾ വന്ന പുസ്തകങ്ങൾ കുറെ എടുത്ത് അടുക്കി വെക്കുക. അത് വേറെപ്പെട്ട വായനശാല പോലെ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി ഇന്ത്യൻ എക്സ്പ്രസ് പാസ്സാക്കി തരാൻ പഞ്ചായത്തോട് അപേക്ഷിക്കുക. പഴയ പത്രങ്ങൾ തിരിച്ചേൽപ്പിക്കില്ല എന്ന തീരുമാനവും എടുപ്പിക്കും. തിരിച്ചേൽപ്പിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കും. പഞ്ചായത്തിൽ നിങ്ങൾ അതിശയപ്പെടുകയും 70 രൂപ മാസവേതനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. ഏകദേശം ദിവസം 2 രൂപ 30 പൈസക്ക്. 5 കൊല്ലം 2 രൂപ 30 പൈസക്ക് വഴിയെടുത്ത ഒരാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. വായനശാലയിലെ പുസ്തകങ്ങൾ വായിച്ചും പഠിച്ചും PSC റാങ്കിൽ ആദ്യമായി മുൻകൂടി 1ാം റാങ്ക് ലിസ്റ്റ് നേടി ജോലി നേടിയ ഒരാളാണ് രാമചന്ദ്രൻ. ജയാട്ടനും ലക്ഷ്മി യൂണിയൻ പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രിയമുള്ളവരെ, മുരുമോടി NSS കാര്യയോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ കെ രാമേന്ദ്രൻ നായരുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛനമെന്ന ഈ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ഈ നാട്ടിൽ നാട്ടുകാർക്കും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. വ്യക്തിപരമായി ഇദ്ദേഹത്തോടൊപ്പം സംഘടനയുടെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുവാനും അതോടൊപ്പം നാടിനും കരയോഗത്തിനും ആവശ്യമായ പുരോഗതി ഉണ്ടാകുവാനും എൻ്റെ ഭാഗത്തുനിന്നും ചെറിയൊരു ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നന്ദി പറയുക എന്നതാണ് എന്നെ അർപ്പിതമായ കർത്തവ്യം. ഈ പരിപാടി അധ്യക്ഷത വഹിച്ചത് നമ്മുടെ നാട്ടുകാരനും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ കെ സുധാകരൻ അവர்களാണ്. അദ്ദേഹത്തിന് കരയോഗത്തിൻ്റെ പേരിലുള്ള അഗൗരവമായ നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സൺഡേ ജോസഫ് അവர்களാണ്. അദ്ദേഹത്തിനും കരയോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ കെ രാമേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തത് തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ശ്രീ MP ഉദയഭാനു അവர்களാണ്. അദ്ദേഹത്തിനും കരയോഗത്തിൻ്റെ പേരിലുള്ള അഗൗരവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ശ്രീ കെ ദശാനൻ അവர்களാണ്, പ്രസിഡന്റ് NSS കരയോഗം കുരിങ്ങോടി. അദ്ദേഹത്തിന് ഔപചാരികത വേണ്ടി നന്ദി രേഖപ്പെടുന്നു. കൂടാതെ നമ്മുടെ 2ാം വാർഡ് മെമ്പർ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരോടും തോളോട് തോൾ ചേർന്ന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ
പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ 2ാം വാർഡ് മെമ്പറായ ശ്രീ രഞ്ജിഷ ബി അവർകളാണ്. അവർക്കും നമ്മുടെ കാര്യത്തിൻ്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ രാഖിലേഷ് എടുത്തിച്ചേരാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ട് തന്നെ എത്തിയിട്ടില്ല. എങ്കിലും കരയോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമതി വി ലക്ഷ്മി ടീച്ചർ, വൈസ് പ്രസിഡന്റ് തലശ്ശേരി താലൂക്ക് വനിതാ യൂണിയൻ, അദ്ദേഹത്തിനും അവർക്കും ഈ കരയോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ കെ അംബുജേഷൻ, പ്രസിഡന്റ് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി, അദ്ദേഹം ഇവിടെ സംസാരിച്ചു. അവർക്കും കരയോഗത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ശ്രീ UK രതീഷ്, CPIM മുരിങ്ങോട് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ്. ശ്രീ രതീഷിനും കരയോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ ആദർശ്, ജനറൽ സെക്രട്ടറി BJP പേരാവൂർ മണ്ഡലം കമ്മിറ്റി, അദ്ദേഹത്തിനും കരയോഗത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ P രാമചന്ദ്രൻ, മുരിങ്ങോടി ദേവരമഠം ഭരണസമിതി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം കേട്ടു എല്ലാവരും. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന സമുദായ അംഗങ്ങൾക്കും മറ്റ് വ്യക്തികൾക്കും ഈ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും, മീഡിയ കൈകാര്യം ചെയ്യുന്ന തോമസ് ഏട്ടൻ തുടങ്ങി ഐവിഷൻ ഉൾപ്പെടെയുള്ളവർക്കുമുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന കേരള യൂത്ത് ലീഗ് വായനശാല കമ്മിറ്റിക്കുമുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നതിന് വേണ്ടി അധ്യക്ഷനോട് ആവശ്യപ്പെടുന്നു. ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മെൽബരും കൂടിയുള്ള ബാലകൃഷ്ണേട്ടൻ അല്പസമയം മുമ്പ് മരണപ്പെട്ടതായി അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. എടച്ചേരി രാജീവ് മാഷ ഏട്ടനായിട്ടുള്ള വലിയ